ഹായ്, ഇതെന്താണെന്നായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതിൽ ഞാനൊരു കൃഷി തുടങ്ങാൻ പോവാന്ന്. അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൂണ് കൃഷി ചെയ്യണം എന്നുള്ളത്. കൃഷിയായിട്ടുള്ള വീട്ടിലേക്കുള്ള ഒരു ആവശ്യത്തിനെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ കാലമായിട്ട്. അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ചു എവിടെ നിന്ന് വിത്ത് കിട്ടുമെന്ന്. അവസാനം യൂട്യൂബിനകത്ത് ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് നമ്പർ കണ്ടു, അതിനകത്തേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. അങ്ങനെ കൊറിയറായിട്ട് നമുക്ക് പെല്ലറ്റും അതേപോലെ തന്നെ അതിനകത്ത് വിത്തും വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 2 ബെഡ് തയ്യാറാക്കാനുള്ള വിത്തും അതിലുള്ള പെല്ലറ്റുമാണ് ഈ കണ്ടിരിക്കുന്നത്. ഇത് ഞാനൊരു കാര്യം ചെയ്തു. അതായത് അവർ പറയുന്നത് പോലെ തന്നെ 1.5 ലിറ്റർ വെള്ളത്തിനകത്ത് തിളച്ച വെള്ളം ഈ ഒരു PP കവറിലാണ് പെല്ലറ്റ് ഉള്ളത്, ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തേക്ക് ഒഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഇതിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതായത് നന്നായിട്ട് തന്നെ പൊടി പോലെയായി കിട്ടിയിട്ടുണ്ട്. ഈ പെല്ലറ്റ് എന്ന് പറയുന്ന മുഷ് പെല്ലറ്റാണ്, അതായത് മരത്തിൻ്റെ പൊടിയാണ് വെള്ളത്താക്കിയത്. അങ്ങനെ ആ ഒരു പൊടി ഈ കവറിനകത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പണിയൊക്കെ ചെയ്യുന്നത് ഞാനും തെച്ചും കൂടിയാണ് കേട്ടോ. അങ്ങനെ പൊടിച്ചു. അങ്ങനെ ഒരു കവറിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചു. പകുതി പൊടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വിത്ത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരുമിച്ച് കട്ടിയായി കിടക്കുന്നതായിരുന്നു. അങ്ങനെ ഉടച്ചെടുത്തു. ആ കവറ് തുറന്നിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അത് തുറക്കുകയാണ്. തുറന്നിട്ട് അതിൻ്റെ വിത്ത് കുറച്ചായിട്ട് നമ്മൾക്ക് ഓരോരോ ഭാഗങ്ങളിലായിട്ട് കവറിലിടണം. അങ്ങനെ ആദ്യം ഒരു കവറിനകത്ത് കുറച്ച് ഈ പെല്ലറ്റിൻ്റെ പൊടിയാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അരികിലൂടെ തന്നെ ആ ഒരു വിത്ത് എടുത്തിട്ട് വെക്കാൻ തുടങ്ങി. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഒരു ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യാമെന്ന് പറയുമ്പം ഒരു മടുപ്പും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു സംഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാവുന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കവറിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നത് മൈക്രോപോർ ടാപ്പ് എന്ന് പറയുന്ന, അതായത് നമ്മൾ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു തുണി വെച്ച് കെട്ടിയതിന് ശേഷം ഒരു മുകളിൽ ഒട്ടിക്കുന്ന ഒരു ടാപ്പില്ലേ, അതായത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയ ഹോൾസ് ഉണ്ടാകുന്ന ആ ടാപ്പാണ് ഒട്ടിക്കുന്നത്. ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ ഒരിക്കലും ഒട്ടിക്കരുത്, കാരണം അത് പ്ലാസ്റ്റിക്കാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ കിടക്കുകയില്ല. അങ്ങനെ അതിനുശേഷം 15 ദിവസത്തിന് ശേഷം എൻ്റെ മൈസീലിയൊക്കെ കവറിനകത്ത് നിറഞ്ഞിട്ടുണ്ട്. ആ നിറഞ്ഞതിന് ശേഷം ഒരു 20ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഒരു ബെഡിൻ്റെ അകത്തുനിന്ന് ഒരു കൂൺ എനിക്ക് കിട്ടി. അത് പറിച്ച് കഴിയുമ്പോഴേക്കും അതിന് 2 ദിവസം കഴിയുമ്പോഴേക്കും വേറെയും കുറച്ച് കൂണുകൾ ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം ഇങ്ങനെ നന്നായിട്ട് തന്നെ കിട്ടുക എന്ന് പറയുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു സുഖമാണ്, അല്ലേ, ഹാപ്പി ആകും നമ്മൾ. അപ്പം ഇതാണ് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കാമല്ലോ. അതിനുശേഷം 2ാമത്തെ ദിവസം അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസത്തേക്കായപ്പോഴേ ഇങ്ങനെ നമ്മൾ കൂണുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു റൂം ഒഴിവുണ്ട്, ആ ഒരു റൂമിലാണ് വെച്ചിരുന്നത്. കുറച്ച് എൻ്റെ ഈ കൂണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.